ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് തൊടുപുഴയിൽ ഒന്ന് പോയിട്ട് വന്നാലോ? രാവിലെ തന്നെ അമ്മയെടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണേ. ഞാൻ എൻ്റെ കസിനും ഫാമിലിക്കൊപ്പമാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അവൾ കല്ലച്ചർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ രാവിലെ 6:30 തിരിച്ചാണ്. കുറച്ച് നേരം കാറിൽ കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിടത്ത് നിർത്തിയൊന്നുമില്ല, ഞങ്ങൾ നേരെ പോയി. കാരണം ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അക്ഷയ സെൻറ്ററിൽ കയറി കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്തതിന് ശേഷം നേരെ കോളേജിൽ പോയി. ഞാൻ ഇവിടുത്തെ ഡെൻ്റൽ കോളേജിലാണ് കേട്ടോ പഠിച്ചത്. ഇറങ്ങിയിട്ട് 1.5 വർഷമായി. എങ്കിലും നമുക്ക് 3rd ഇയർ വരെ മെഡിക്കൽ കോളേജിലും ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ കോളേജൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാനും കൂടെ വന്നേ. പിന്നെ കുറേ നേരം പോസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ലെക്ചർ ഹാളിൽ കയറിയിരുന്നു. അവിടെ കുറച്ചിരുന്ന് പിന്നെയും പോസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയി ഒരു ഫുഡ് കഴിച്ചിട്ട് വന്നാലോ എന്ന്. അങ്ങനെ താഴത്തെ ക്യാൻറ്റീനിൽ പോയി ഞങ്ങൾ അവിടുത്തെ ബിരിയാണി കഴിച്ചു. തൊടുപുഴയിലെ ബിരിയാണി ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ റോൾ നമ്പർ വിളിച്ചു, അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. കോളേജിൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. തൊടുപുഴയൊക്കെ പോകുന്നെങ്കിൽ ഈ ഭാഗത്തോട്ടൊക്കെ എല്ലാവരും വരണം. അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ കോളേജിൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് തിരിക്കുകയാണ്. അപ്പോൾ ഡെൻ്റൽ കോളേജിൽ കയറണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഡെൻ്റൽ കോളേജിൻ്റെ ഗേറ്റിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, ഇതാണ് കൊക്കോ. എല്ലാവർക്കും അറിയാം, എന്നാലും വെറുതെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വഴിയിലിറങ്ങി ഒരു ചായ കുടിച്ചു. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കിയേ. ചായയും പിന്നെ ഉഴുന്നുവട പോലെ ഇരിക്കുമെങ്കിൽ ഇത് ഉള്ളിവടയാണേ. ഉള്ളിവടയൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. അപ്പോൾ സന്ധ്യ ആയാലും അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.